Welcome to Mind Blowing Kids. 8ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ഷിപ്പ് റഗ്ഡ് സെയിലർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് എത്രയും വേഗം വരുന്നതാണ്. ഈ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോകളും ക്ലാസ്സുകളും ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താങ്ക് യു. നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? എ ഷിപ്പ് റഗ്ഡ് സെയിലർ. എന്താണ് അതിന്റെ അർത്ഥം? ഷിപ്പ് റഗ്ഡ് എന്ന് പറഞ്ഞാല് കപ്പൽ തകർന്ന കപ്പൽ. ഓക്കെ, റഗ്ഡ് എന്ന് പറഞ്ഞാൽ തകർന്നു പോവുക. അപ്പൊ തകർന്ന കപ്പൽ, അതിനകത്ത് പെട്ട ഒരു സെയിലറുടെ കഥ. നാവികനാണ് ആര്? സെയിലർ. അപ്പോ എ ഷിപ്പ് റഗ്ഡ് സെയിലർ എന്ന് പറഞ്ഞാല് തകർന്ന കപ്പലിനകത്ത് പെട്ട ഒരു നാവികന്റെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? നോക്കാം, നമുക്ക് ഓതർ നോക്കാം. ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്, ഇദ്ദേഹമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് 1928 to 2014 വരെയാണ്. വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്. അദ്ദേഹം കൊളംബിയൻ നോവലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. ചെറിയ കഥകൾ എഴുതുന്ന ആള്, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്റർ ആണ്, അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആണ്. ഇദ്ദേഹം അവയൊക്കെ എഴുതുന്ന ആളാണ്. ഹി വാസ് കോൾഡ് അഫെക്ഷനേറ്റ്ലി കോൾഡ് ഗ്യാബോ. ഗ്യാബോ എന്ന അദ്ദേഹത്തെ എന്ത് ചെയ്യും? നമ്മൾ ഷോർട്ട് ആയിട്ട് വിളിക്കും. ഹി വാസ് അവാർഡഡ് ദ ന്യൂസ്ട്രറ്റ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1972. 1972 അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ ലിറ്ററേച്ചറിൽ. പിന്നീട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മേജർ വർക്ക് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റഗ്ഡ് സെയിലർ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റോറിയാണ് എന്ത്? ഇത്, ഈ സ്റ്റോറിയായ ഷിപ്പ് റഗ്ഡ് സെയിലർ, which he wrote as a newspaper series in 1955. 1955 ഒരു ന്യൂസ് പേപ്പറിൽ, അന്നൊക്കെ പേപ്പേഴ്സിൽ എന്ത് ചെയ്യും, സ്റ്റോറീസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ സീരീസ് ആയിട്ട് കൊടുക്കും, കുറച്ച് ഭാഗങ്ങളായിട്ട്. അങ്ങനെ വന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു ഇത്. His best known novels include 100 Years of Solitude, The Autumn of the Patriarch and Love in the Time of Cholera. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വെൽ നോൺ, ബെസ്റ്റ് അറിയപ്പെടുന്ന നോവലുകളിൽ പെട്ടതാണ്. നമ്മൾ ചാപ്റ്ററിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ഫസ്റ്റ് ആയിട്ട് ചെറിയൊരു ബോക്സിലായിട്ട് ബ്ലൂ കളറിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കേണ്ടതാണ്. ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റഗ്ഡ് സെയിലർ. എന്താണ്? ദ സ്റ്റോറി ഓഫ് കഥ ഷിപ്പ് റഗ്ഡ് സെയിലർ എന്ന ഈ സ്റ്റോറി ടെൽസ് ദ സാഗ ഓഫ്. സാഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സാഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വീരകഥകൾ, അതായത് അഡ്വഞ്ചർ ആയിട്ടുള്ള സ്റ്റോറീസ് എന്ന് പറയില്ലേ, അതാണ്. ലോങ് അഡ്വഞ്ചറസ് സ്റ്റോറീസിന് പറയുന്ന പേരാണ് സാഗ. ഓഫ് ആരുടേതാണ്? ലൂയിസ് അലജാൻഡ്രോ വെലസ്കോ. ലൂയിസ് അലജാൻഡ്രോ വെലസ്കോ എന്നയാളുടെ ഒരു നീണ്ട അഡ്വഞ്ചറസ് സ്റ്റോറിയാണ് എന്ത്? ഷിപ്പ് റഗ്ഡ് സെയിലർ എന്നുള്ള തകർന്ന കപ്പലിൽപ്പെട്ട നാവികൻ എന്ന ഈ കഥ. എ 20-year-old sailor. ഇദ്ദേഹം, ഈ ലൂയിസ് വെലസ്കോ, ഒരു 20 വയസ്സുള്ള നാവികനാണ്, ചെറിയ ആളാണ്. Who was washed overboard during a storm. എന്ത് സംഭവിച്ചത് അയാൾക്ക്? Who was washed. നമ്മൾ വാഷ് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അഴുക്കൊക്കെ ഇങ്ങനെ കഴുകി കളയാ, അല്ലെ? വാഷ്ഡ്, ഇവിടെ വാഷ്ഡ് ഓവർബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലിൽ നിന്ന് അവരെ കണ്ട് ഒഴുക്കി കളയാ എന്ന് വെച്ചാൽ എന്താണ്? കപ്പൽ മുങ്ങിപ്പോയി, അപ്പൊ അവരങ്ങോട്ട് തെറിച്ചു പോയി, അതാണ് ഉദ്ദേശം. കടലിലേക്ക് പോയി, അതാണ് വാഷ്ഡ് ഓവർബോർഡ് ഡ്യൂറിങ് എ സ്റ്റോം. സ്റ്റോം എന്താണ്? നല്ല ഒരു കാറ്റില്, നല്ല ഒരു വിൻഡില്, നല്ലൊരു കാറ്റില് അവരെല്ലാവരും കടലിൽ അകപ്പെട്ടു പോയി.
ഇൻ ദ മിഡിൽ ഓഫ് ദ കരീബിയൻ സീ. എവിടെയാണ്, ഏത് കടലിലാണ്? മിഡിൽ, ആ ഒരു നടുക്ക് ഓഫ് ദ കരീബിയൻ സീ. കരീബിയൻ സീയുടെ നടുക്കാണ് അവർ പെട്ടുപോയത്. ഓൺ, എവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫെബ്രുവരി 28, 1955 ഫെബ്രുവരി 28 അവരങ്ങനെ പെട്ടുപോയത്. ക്ലിങ്ങിങ്, അവരെന്താണ് ചെയ്തത്? ക്ലിങ്ങിങ്, അള്ളിപ്പിടിച്ച്. ക്ലിങ്ങിങ് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ച്, ഒട്ടിപ്പിടിച്ചിരിക്കുക. ടു എ ലൈഫ് റാഫ്റ്റ്, ഒരു ജീവൻ രക്ഷാ കവാടത്തില് അവർ അള്ളിപ്പിടിച്ചിരുന്നു. വിതൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, ഭക്ഷണമോ വെള്ളമോ. ചുറ്റും വെള്ളമാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്കത് കഴിക്കാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാതെ അവർ ആ ജീവൻ രക്ഷാ കവാടത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന്. ഹി സർവൈവ്ഡ് 10 days ഓൺ ദ ഓപ്പൺ സീ. എത്ര ദിവസമാണ് അദ്ദേഹം സർവൈവ് ചെയ്തത്? 10 ദിവസം ആ തുറന്ന ചുറ്റുഭാഗം നോക്കിക്കഴിഞ്ഞാൽ വെള്ളം മാത്രം കാണാൻ പറ്റുന്ന ആ ഒരു കടലില് അവര് 10 ദിവസം സർവൈവ് ചെയ്തു. What happened to Velasco and his shipmates? പിന്നീട് എന്ത് സംഭവിച്ചു? അവർക്ക് എന്ത് സംഭവിച്ചു? ആർക്കൊക്കെ? വെലസ്കോക്കും അവരുടെ ഫ്രണ്ട്സിനും. Read the following extract. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് from the novella. ഈ നോവല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് നോവൽ എന്ന് പറയുമ്പോൾ നല്ല ലോങ് ആയിട്ട് ഒരുപാട് ഉണ്ടാവും അല്ലെ, കുറച്ച് ലോങ് ആയിരിക്കും. പക്ഷെ നോവല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഷോർട്ട് ഫോം, എന്ന് വെച്ചാൽ ഷോർട്ട് നോവൽസ്, ചെറിയ നോവലുകളെ പറയുന്ന പേരാണ് നോവല്ല. ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം. നമ്മൾ ഈ ഷോർട്ട് നോവൽ വായിച്ചിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ്, മൈ ഫസ്റ്റ് ഇംപ്രഷൻ, എന്റെ ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് വാസ് ദാറ്റ്, എന്തായിരുന്നു? ഐ വാസ് അറ്റർലി എലോൺ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തനിച്ചാണ്. ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ, ആ കടലിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ആ കടലിന് നടുക്ക് ഞാൻ ഒറ്റയ്ക്കാണെന്നായിരുന്നു എന്റെ ആദ്യത്തെ ധാരണ. ദ ഷിപ്പ് പ്ലങ്ഡ്, കപ്പൽ എന്ത് ചെയ്തു? പ്ലങ്ഡ്, മുങ്ങിപ്പോയി. ഇൻ ടു ആൻ അബിസ്. അബിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർത്തത്തിലേക്ക്, അഗാധമായ പടുകുഴിയിലേക്ക്, ഗർത്തത്തിലേക്ക് മുങ്ങിപ്പോയി. ആൻഡ് ഡിസപ്പിയർഡ്, കാണാതെയായിപ്പോയി. ഐ ഹാഡ് നോ ഐഡിയ, എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു. ഐ ടുക്ക് ഹോൾഡ്, ഞാൻ എന്ത് ചെയ്തു? പിടിച്ചു. ഹോൾഡ്, പിടിച്ചു. ഓഫ് വൺ ഓഫ് ദ ബോബിംഗ് ക്രേറ്റ്സ്. ബോബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം? പൊന്തിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ പൊന്തിയിരിക്കുന്ന സാധനങ്ങളിലെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രേറ്റ്സ്. എന്താണ്? ബോക്സസ്. ഈ കപ്പലുകളിൽ ഒരുപാട് ബോക്സസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ബോക്സസിനെ പറയുന്ന പേരാണ് ക്രേറ്റ്സ്. ആൻഡ് സ്റ്റുപ്പിഡ്ലി ബിഗാൻ ടു കണ്ടംപ്ലേറ്റ് ദ സീ. എന്ത് ചെയ്തു? സ്റ്റുപ്പിഡ്ലി, വളരെ ബോധമില്ലാതെ, ബിഗാൻ ടു കണ്ടംപ്ലേറ്റ്. കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വീക്ഷിക്കുകയാണ്. ബിഗാൻ, തുടങ്ങി. ചുറ്റും ഞാനിങ്ങനെ ബോധമില്ലാതെ വീക്ഷിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചെന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ ചുറ്റും ഇങ്ങനെ അതിനെ കള്ളി പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എവിടെ? കടലില്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. അതൊരു തെളിഞ്ഞൊരു ദിവസമായിരുന്നു. പെർഫെക്റ്റ്ലി, തീർച്ചയായിട്ടും എന്താണ്? ക്ലിയർ ഡേ, നല്ലൊരു ദിവസമായിരുന്നു. എക്സെപ്റ്റ്, എന്തൊഴിച്ച്? ഫോർ ദ ചോപ്പി വേവ്സ്. ചോപ്പി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? റഫ് ആയിട്ടുള്ള വേവ്സിനെ പറയുന്ന പേരാണ്. ക്ഷോഭിച്ച വേവ്സ് അല്ലേ? തിരമാലകൾ പെട്ടെന്ന് ഇങ്ങനെ അടിക്കുമ്പോ അപ്പോഴാണല്ലോ കപ്പൽ സാധാരണ മുങ്ങുക. അപ്പൊ ആ ക്ഷോഭിച്ച ആ വേവ്സ് ഒഴിച്ച് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ്, പ്രൊഡ്യൂസ് ചെയ്യാ, ആരാണ് അത് ഉണ്ടാക്കിയത്? ബൈ ദ വിൻഡ്, കാറ്റിനാൽ ഉണ്ടായ ആ ക്ഷോഭിച്ച തിരമാലകൾ ഒഴിച്ച്. ആൻഡ് ദ കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദ സർഫസ്. കാർഗോസ് എന്താണ്? നമുക്ക് ഈ കാർഗോസ് ഒക്കെ വരില്ലേ, നമ്മള് ലഗേജസ് കപ്പലിലുള്ള. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്നിച്ചിതറിയ. അക്രോസ് ദ സർഫസ്, ആ കടലിന്റെ ഉപരിതലത്തിൽ. സർഫസ് എന്ന് പറഞ്ഞാൽ ഉപരിതലം എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന. there was no evidence of a shipwreck. അതൊഴിച്ച്, അതായത് there was no evidence, ഒരു തെളിവും ഇല്ല. of a shipwreck, ഒരു കപ്പൽ തകർന്നതിന്റെ ഒരു തെളിവും ഇല്ല. എന്തൊഴിച്ചാല് അതിലുള്ള കുറച്ച് കാർഗോസ് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് ഒഴിച്ചാല് അവിടെ ഒരു കപ്പൽ ഉണ്ടായിരുന്നെന്നോ കപ്പൽ തകർന്നു പോയെന്നോ, അതായത് കപ്പലിന്റെ ഒരു അവശിഷ്ടം പോലും അവിടെ എങ്ങും കാണുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത്രയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കപ്പല് ആ അഗാധമായ ഗർത്തത്തിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ട്.
സൂൺ ഐ ബിഗാൻ ടു ഹിയർ ഷൗട്ട്സ് നിയർ ബൈ. സൂൺ, അങ്ങനെ സാവകാശം. ഐ ബിഗാൻ ടു ഹിയർ, ഞാൻ കേൾക്കാൻ തുടങ്ങി. ബിഗാൻ എന്ന് പറഞ്ഞാൽ ബിഗിൻ തുടങ്ങി, ബിഗാൻ കേൾക്കാൻ തുടങ്ങി. ഷൗട്ട്സ്, ബഹളങ്ങൾ, ഒച്ചയും ബഹളങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. നിയർ ബൈ, എൻ്റെ അടുത്ത്. ത്രൂ ദ ഷാർപ്പ് വിസ്ലിംഗ് ഓഫ് ദ വിൻഡ്, എന്തിലൂടെ? ത്രൂ, ഇതിലൂടെ. എന്തിലൂടെ? ദ ഷാർപ്പ് വിസ്ലിംഗ്, ആ ശക്തമായ ആ ഒരു വിസ്ലിംഗ് ഓഫ് ദ വിൻഡ്, കാറ്റിന്റെ ആ അടിയലിലൂടെ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഐ റെക്കഗ്നൈസ്ഡ് ദ വോയിസ്, ഞാന് മനസ്സിലാക്കി, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ വോയിസ് ഓഫ് ജൂലിയോ അമാഡോ കാരബെല്ലോ. ജൂലിയോ അമാഡോ കാരബെല്ലോയുടെ വോയിസ് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക് സ്കെച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ദ ടോൾ ആണ്, അതായത് ഹൈറ്റ് ഉള്ള ആളാണ്, നീളത്തിലുള്ള. വെൽ ബിൽറ്റ്, ഒരു ആരാണ്? അത്യാവശ്യം ബോഡി മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു ആചാനുബാഹുവായിട്ടുള്ള ഓഫീസറാണ് കേട്ടോ. ഹു വാസ് യെല്ലിങ് അറ്റ് സംവൺ, അദ്ദേഹം ഇങ്ങനെ ഒച്ചയിട്ട് നിലവിളിച്ച് പറയുന്നുണ്ട്. അറ്റ് സംവൺ, ആരോടോ പറയുന്നുണ്ട്. ഫാറ്റ്സോ, തടിയാ, ഹോൾ ദ, അവിടെ പിടിച്ചിരിക്കുക എന്ന് വളരെ ഉച്ചത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ്, ആ ഒരു സമയത്ത് പെട്ടെന്ന് ഐ ഹാഡ് അവേക്കൻഡ്, ഞാന് ഞെട്ടി ഉണർന്നു. ഫ്രം എ മൊമെന്റ്സ് ഡീപ് സ്ലീപ്പ്, അല്പനേരത്തെ ഡീപ് സ്ലീപ്പ്, ഗാഢമായ ആ ഉറക്കത്തിൽ നിന്ന്, നിദ്രയിൽ നിന്ന്. അദ്ദേഹം എന്ന് വെച്ചാൽ ആ പെട്ടെന്ന് എന്തോ സംഭവിച്ചു, വെള്ളത്തിനകപ്പെട്ടു, പിന്നെ ചുറ്റും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു ഗാഢമായ നിദ്ര എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് നമുക്ക് ഉറങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. അതായത് മൈൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് തണുത്തുറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരു നിമിഷം അദ്ദേഹം നിന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഇതിൽ നിന്നും ഇവര് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം മനസ്സിലാക്കി. ഓൺ മീ ദാറ്റ്, എന്നില് എനിക്കത് മനസ്സിലാക്കി തന്നു. ഐ വാസ്ന്റ് അലോൺ ഇൻ ദ സീ, ഞാന് ഒരിക്കലും തനിച്ചല്ല ഈ കടലിൽ, എൻ്റെ കൂടെ ചുറ്റും ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് എന്തായി? മനസ്സിലായി. There only a few meters away, കുറച്ചൊരു മീറ്റേഴ്സ് അപ്പുറത്തായിട്ട് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കി. My mates were shouting to one another. അപ്പൊ ആരൊക്കെയാണത്? മൈ മേറ്റ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ളവര് were shouting to one another, and ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അവിടെ. അപ്പൊ ഇവരൊക്കെ അവിടെ ചുറ്റിനുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി. and trying to stay afloat, അപ്പൊ എന്ത് ചെയ്തു? അത് മനസ്സിലാക്കി. അതുപോലെ തന്നെ trying to stay, അവിടെ പൊങ്ങിക്കിടക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ശ്രമിച്ചുകൊണ്ടിരുന്നു. ക്വിക്ലി, പെട്ടെന്ന്. ഐ ബിഗാൻ ടു തിങ്ക്, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഐ കുഡിൻ സ്വിം ഇൻ ജസ്റ്റ് എനി ഡിറക്ഷൻ, ഒരു ഡിറക്ഷനിലും. കുഡിൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയില്ല. ഇൻ ജസ്റ്റ് എനി ഡിറക്ഷൻ, ഒരു ഡിറക്ഷനിലും. കാരണം എന്താണ്? അവർ കടലിന്റെ നടുവിലാണ് പെട്ടിട്ടുള്ളത്. എങ്ങോട്ട് നീന്തി കഴിഞ്ഞാലും എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഐ ന്യൂ we were about 50 miles from Cartagena, അതായത് എന്താണ് മനസ്സിലാക്കിയത്? we were about 50, അവർക്ക് പിന്നെ ആകാശം നോക്കിക്കഴിഞ്ഞാൽ നാവികരൊക്കെ എങ്ങനെയാണ് പ്ലൈസും ഇതൊക്കെ മനസ്സിലാക്കുക? അവർക്ക് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തിന് അത് പിന്നെ ഈ ബോധം വന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത്? അവര് 50 മൈൽസ് ഫ്രം, 50 മൈൽസ് അകലെയാണ്. എവിടുന്ന്? കാർട്ടഗന എന്നുള്ള അവിടെയുള്ള പ്ലേസിൽ നിന്നും അവര് ഒരുപാട് ദൂരെയാണെന്നുള്ളത് മനസ്സിലാക്കി. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്, പക്ഷേ ഒരു ഭയവും തോന്നിയില്ല. അപ്പോഴും അദ്ദേഹത്തിന് ഒരു ഭയവും തോന്നിയില്ല. ഫോർ എ മൊമെന്റ്, കുറച്ചൊരു സമയത്തേക്ക്, ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ക്രേറ്റ് ഇൻഡെഫിനിറ്റ്ലി, എനിക്ക് ഈ പെട്ടി ഇങ്ങനെ ഒരുപാട് സമയം ഇൻഡെഫിനിറ്റ്ലി എത്ര വേണേലും പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ കുഡ് ഹോൾഡ്, എനിക്ക് പിടിക്കാൻ കഴിയും. ആ പെട്ടിയിൽ, ക്രേറ്റിൽ, ആ ഒരു മരത്തിന്റെ ഈയപ്പെട്ടിയിൽ ഇൻഡെഫിനിറ്റ്ലി എത്ര വേണേലും പിടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
വാട്ട് ഹാപ്പൻ ടു ദ നറേറ്റർ? ഇതിൽ വിവരിക്കുന്ന നറേറ്റർക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്? ദ നറേറ്റർ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. അദ്ദേഹം എവിടെയാണ്? കടലിന് നടുക്കാണ്. എങ്ങനെയാണ് വന്നത്? ആഫ്റ്റർ എ ഷിപ്പ് റെക്ക്. കപ്പൽ തകർന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ആ കടലിൽ അകപ്പെട്ടു. ദ ഷിപ്പ് പ്ലങ്ഡ്. കപ്പല് മുങ്ങിപ്പോയി. ഇൻ ടു ആൻ അബിസ്. ഒരു അഗാധമായ ഗർത്തത്തിലേക്ക്. ആൻഡ് ഡിസപ്പിയേർഡ്. എന്നിട്ട് കാണാതായി പോയി അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നത് അബിസ് എന്നതിന്റെ മീനിങ് എന്താണെന്നാണ്. അത് നമ്മള് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ഗ്ലോസറിയിൽ പോയി നോക്കാനുള്ളതാണ്. നിങ്ങൾ എല്ലാവരും അത് ചെക്ക് ചെയ്യാം. എന്നാലും ഞാൻ ഇവിടെ പറയാം. എ ഡീപ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ അഗാധമായ ഗർത്തം അല്ലെ, താഴെയുള്ള ഒരു കുഴി, പടുകുഴി എന്നൊക്കെ പറയാം. അതാണ് അതിന്റെ അർത്ഥം. പിന്നീട് ബോബിംഗ് എന്നത് തന്നിട്ടുണ്ട്. ബോബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് എ ക്വിക്ക് ഷോർട്ട് മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ. അതായത് മുങ്ങിപ്പൊന്തുക, വെള്ളത്തിൽ മുങ്ങിപ്പൊന്തി കളിക്കുക എന്ന് പറയില്ലേ, പൊങ്ങി കളിക്കുക, അതാണ്. മേക്ക് എ ക്വിക്ക് ഷോർട്ട് മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ആൻഡ് ഡൗൺ, ഇങ്ങനെ മേലോട്ടും താഴോട്ടും കളിക്കുക, അതാണ്. നെക്സ്റ്റ് കോണ്ടംപ്ലേറ്റ്. കോണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാല് ടു ലുക്ക് തോട്ട്ഫുള്ളി ഫോർ എ ലോങ് ടൈം. ടു ലുക്ക് തോട്ട്ഫുള്ളി, ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ബോധമില്ലാതെ നോക്കുക എന്ന് പറയില്ലേ, ചിന്തിച്ചുകൊണ്ട് വേറെ എന്തോ ഒരു ചിന്തയിൽ പെട്ടുകൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ നോക്കുക, അതാണ് കണ്ടംപ്ലേറ്റ്, വീക്ഷിക്കുക. ചാപ്റ്ററിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ എവിടെ എത്തി നമ്മൾ? ഫോർ എ മൊമെന്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ദ ക്രേറ്റ്സ് ഇൻഡെഫിനിറ്റ്ലി. അതായത് കുറച്ചു സമയത്തേക്ക് ഞാൻ ചിന്തിച്ചു, എങ്ങനെ എനിക്ക് ഈ പെട്ടിയിൽ തന്നെ പിടിച്ചിരിക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചു. എപ്പോ വരെ? അൺടിൽ ഹെൽപ്പ് അറൈവ്ഡ്. ഒരു സഹായം എന്നിൽ എത്തുന്നത് വരെ എനിക്കത് പിടിച്ചിരിക്കാൻ കഴിയുമെന്ന്. അൺടിൽ വരെ, ഹെൽപ്പ് അറൈവ്ഡ്, സഹായം എത്തുന്നത് വരെ. ഇറ്റ് വാസ് റീഅഷ്വറിംഗ് ടു നോ ദാറ്റ്. അത് തീർച്ചയായിട്ടും ഇറ്റ് വാസ് റീഅഷ്വറിംഗ്, എനിക്ക് ഒന്നുകൂടി ഉറപ്പായിട്ട് അറിയുന്നതാണ്. ദാറ്റ് ഓൾ അറൗണ്ട് മീ അതർ സെയിലേഴ്സ് വർ. എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ള നാവികരും ഇൻ ദ സെയിം പ്രെഡിക്കമെന്റ്. സെയിം പ്രെഡിക്കമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷമാവസ്ഥയിലാണ്, ബാഡ് സിറ്റുവേഷനിലാണ്. പ്രെഡിക്കമെന്റ് ബാഡ് സിറ്റുവേഷനിലാണ്. ആര്? എനിക്ക് ചുറ്റുമുള്ള, ഓൾ അറൗണ്ട് മീ, എനിക്ക് ചുറ്റുമുള്ള അതർ സെയിലേഴ്സ്, മറ്റുള്ള നാവികരും ഈ സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് എന്ന് എനിക്ക് തീർച്ചയായി. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്. ദാറ്റ് വാസ്, അതായിരുന്നു, വെൻ ഐ സോ ദ റാഫ്റ്റ്, ചെങ്ങാടം കാണുന്നത് വരെ. സോ എന്ന് പറഞ്ഞാൽ കാണുകയാണ്. കാണുന്നത് വരെ എന്നിൽ അതായിരുന്നു ചിന്ത. മറ്റുള്ളവരും എന്നെ പോലെ അപകടത്തിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരു സഹായം വരുന്നത് വരെ ഞാൻ ആ പെട്ടിയിൽ അള്ളിപ്പിടിച്ചിരിക്കുമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. There were 2 life rafts. അവിടെ 2 ജീവൻ രക്ഷാ ചങ്ങാടങ്ങളുണ്ട്. About 7 meters apart. ഒരു 7 മീറ്റർ അകലെ. പക്ഷെ എന്താണ്? വെള്ളത്തിലാണ്. അത് നമ്മൾ ഓർക്കണം. ആ കടലിനകത്ത് ഒരു 7 മീറ്റർ അകലെ എന്തുണ്ട്? 2 ജീവൻ രക്ഷാ ചങ്ങാടങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. They appeared unexpectedly on the crest of a wave. Appeared എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷപ്പെടുക. അത് പ്രത്യക്ഷപ്പെട്ട് unexpectedly, പെട്ടെന്ന് ഓർക്കാതെയാണ് അത് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. On the crest of a wave, അതായത് ഒരു തിരമാല അടിക്കുമ്പോൾ ക്രെസ്റ്റ് എന്ന് പറഞ്ഞാല് നല്ല ഹൈറ്റിൽ പോകുന്ന തിരമാലക്കാണ്. ഏറ്റവും ഹൈറ്റിൽ ഇങ്ങനെ പോയിട്ട് താഴ്ന്നു വരികയാണ് തിരമാല ചെയ്യുക. ആ ഹൈറ്റിൽ എത്തുമ്പോഴാണ് ക്രെസ്റ്റ് എന്ന് പറയുക. അപ്പൊ ഉയരത്തിലെത്തിയ സമയത്ത്, അതായത് നല്ല ഉയരത്തിൽ തിരമാല പൊങ്ങി വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടതാണ് എന്ത്? ഈ 2 ജീവൻ രക്ഷാ ചങ്ങാടങ്ങള്. Near where my mates were calling out. അടുത്ത് എന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നതിന് തൊട്ടടുത്തായിട്ടാണ് അത് നിൽക്കുന്നത്. It seemed odd that, എന്നിൽ വിചിത്രമായി തോന്നിയത്. ഓഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്രമായിട്ട്, ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് എന്താണ്? None of them could reach the life rafts. ആർക്കും അതിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ആരും അതിന്റെ അടുത്തേക്ക് എത്താൻ നോക്കുന്നില്ല. In an instant, ആ ഒരു ഇൻസ്റ്റന്റിൽ, ആ ഒരു നിമിഷത്തില്, one of the rafts disappeared. അതിലൊന്ന് കാണാതെ ആയിപ്പോയി. From വ്യൂ, അവരുടെ കാഴ്ചയിൽ നിന്ന് അത് കാണാതെ ആയിപ്പോയി. അപ്പോൾ ഇപ്പൊ ഒന്നേ കണ്ണിൽ കാണുന്നുള്ളൂ. ഐ കുഡിൻ ഡിസൈഡ്, ഒന്നും തീരുമാനിച്ചില്ല. ഐ ഫൗണ്ട് മൈസെൽഫ് സ്വിമ്മിങ് ടുവേർഡ്സ് ദ വൺ. ആ ഒന്നിലേക്ക് ഞാൻ എന്ത് ചെയ്തു? നീന്താൻ തുടങ്ങി. സ്വിമ്മിങ് ടുവേർഡ്സ്, അതിന് നേരെ നീന്തി തുടങ്ങി. ഐ കുഡ് സീ,
വൺ ഐ കുഡ് സീ, അത് അവർ കണ്ട ആ ഒന്നിലേക്ക്, ഐ കുഡ് സീ എനിക്ക് കാണാൻ സാധിച്ചിരുന്ന ഒന്നിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നു. വിച്ച് വാസ് മൂവിങ് ഫാദർ അവേ ഫ്രം മീ, അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? എന്നിൽ നിന്നും അങ്ങോട്ട് ദൂരേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐ സ്വാം, സ്വിമ്മിന്റെ പാസ്റ്റ് ആണ് സ്വാം. സ്വാം ഞാൻ നീന്തി. ഫോർ അബൌട്ട് 3 minutes, 3 മിനിറ്റോളം ഞാൻ നീന്തി. ഐ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദ റാഫ്റ്റ് മൊമെന്ററിലി, പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്തില്ല, ഫോർ എ ഷോർട്ട് ടൈം എന്നാണ് എന്ത് മൊമെന്ററിലി എന്ന് പറഞ്ഞാല്, ആ ചങ്ങാടത്തെ കാണാൻ സാധിച്ചില്ല. ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ടു ലോസ് മൈ ബിയറിങ്സ്, എൻ്റെ സമനില തെറ്റാതിരിക്കാൻ വേണ്ടി, അതായത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അവിടെ കടലില്, അത് ഐ വാസ് കെയർഫുൾ, ഞാൻ ശ്രദ്ധിച്ചു. നോട്ട് ടു ലോസ് മൈ ബിയറിങ്സ്, എൻ്റെ സമനില തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നില തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു. സഡൻലി, പെട്ടെന്ന് എ റഫ് വേവ്, റഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരുക്കനായ എന്നാണ് അർത്ഥം. അതായത് ഒരു പെട്ടെന്നുള്ളൊരു വേവ്, തിരമാല. പുഷ് ദ റാഫ്റ്റ്സ് അലോങ് സൈഡ് മീ, അപ്പോ പെട്ടെന്ന് എന്ത് ചെയ്തു, അത് ഒരു പെട്ടെന്നൊരു തിരമാല അടിക്കുകയും ആ ചങ്ങാടത്തെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അലോങ് സൈഡ് മീ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്. ഇറ്റ് വാസ് ഹ്യൂജ്, അത് അത്യാവശ്യം വലുതായിരുന്നു. വൈറ്റും ആയിരുന്നു. ആൻഡ് എംപ്റ്റി, ഒന്നും ഇല്ലായിരുന്നു അതില്. ഐ സ്ട്രഗിൾഡ്, ഞാൻ പരിശ്രമിച്ചു, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ടു ഗ്രാബ് ദ റിഗിങ് ആൻഡ് ജംപ് അബോർഡ്, അതായത് ആ കപ്പൽ പായ്മരത്തില്, റിഗിങ് എന്ന് പറഞ്ഞാൽ കപ്പൽ പായ്മരത്തെയാണ് പറയുന്നത്. ആൻഡ് ജംപ് അബോർഡ്, അതിനകത്തേക്ക് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടി, ചാടി കയറാൻ ബുദ്ധിമുട്ടി. ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. എന്നാണ് മൂന്നാമത്തെ പ്രാവശ്യം ഞാനത് നേടിയെടുത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം ഒരു പ്രാവശ്യം ചാടി നോക്കി, പക്ഷെ സാധിക്കുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം നോക്കി സാധിക്കുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അത് നേടിയെടുത്തത്. വൺസ് ഓൺ ദ റാഫ്റ്റ്, ആ ചെങ്ങാടത്തില് പാൻറ്റിങ് എത്തിയപ്പോഴെന്താണ്? പാൻറ്റിങ്, എങ്ങനെ കിതച്ചോണ്ടിരിക്കുകയാണ്. ഒരു തണുത്തിറഞ്ഞ വെള്ളത്തിൽ നിന്നാണ് അതിലേക്ക് കയറുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? പിന്നെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് അതിലേക്ക് എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കിതക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെപ്റ്റ് ബൈ ദ വിൻഡ്, വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് നന്നായിട്ട് ശക്തമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മൊബിലൈസ്ഡ്, നിശ്ചലമായിരിക്കുന്നു. ആൻഡ് ഫ്രീസിങ്, എന്ത് തണുത്തു വിറച്ച് നിശ്ചലമായിട്ടുണ്ട്. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ്, ഞാൻ ബുദ്ധിമുട്ടുന്നതായി കണ്ടെത്തി. എന്തിന്? ടു സിറ്റ് അപ്പ്, ഒന്ന് ഇരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അതിന് വരെ ഞാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ദെൻ ഐ സോ, ഞാൻ അപ്പോൾ കണ്ടു 3 of my mates, എൻ്റെ 3 ചങ്ങാതിമാരെ, 3 കൂടെയുള്ളവര്. നിയർ ദ റാഫ്റ്റ്, ഈ ചങ്ങാടത്തിനടുത്ത്. ട്രൈങ് ടു റീച്ച് ഇറ്റ്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് ഞാൻ ആ സമയത്ത് കണ്ടു. ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് അപ്പിയർഡ്, എന്താണ് പ്രത്യക്ഷപ്പെട്ടത്? റിയഷുറിംഗ് ടു ദ നെറേറ്റർ, നെറേറ്ററെ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ എന്താണ് പ്രത്യക്ഷപ്പെട്ടത്? എന്താണ്? Other sailors were also having the same predicament. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു വിഷമാവസ്ഥയിലാണ് മറ്റുള്ള നാവികരും എന്ന് എന്ത് ചെയ്തു? As the narrator, it was reassuring to him. അദ്ദേഹത്തെ ഉറപ്പ് വരുത്തി. എന്ത്? അവര് തനിച്ചല്ല, അദ്ദേഹത്തിന്റെ കൂടെ മറ്റുള്ളവരും ആ വിഷമാവസ്ഥയിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തി. നെക്സ്റ്റ് വരുന്നത് ചോപ്പി എന്ന വേർഡ് ഗ്ലോസറിയിൽ നിന്ന് കണ്ടെത്താനാണ്. ചോപ്പി എന്ന വേർഡ് ഗ്ലോസറിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്തണം. അതിന്റെ മീനിങ് എന്താണ്? ഹാവിങ് മെനി സ്മോൾ വേവ്സ്, ഒരുപാട് വേവ്സ് ഇങ്ങനെ ഒരുമിച്ച് വരിക, ചെറിയ ചെറിയ വേവ്സ്, അതാണ്. ഇനി പ്രെഡിക്കമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ് സിറ്റുവേഷൻ, അതായത് ഒരു വിഷമാവസ്ഥ എന്ന് പറഞ്ഞില്ലേ. എസ്പെഷ്യലി വൺ വേർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, അതാണ് പ്രെഡിക്കമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒരു വേർഡാണ് എൽ. എൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോസറിയിൽ തന്നിട്ടുണ്ട്.
ടു ഷൗട്ട് ലൗഡ്ലി, പെട്ടെന്ന് നല്ല സൗണ്ടിൽ നല്ല ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുക. ബിക്കോസ് യു ആർ ആംഗ്രി, എക്സൈറ്റഡ്, ഫ്രൈറ്റൻഡ് ഓർ ഇൻ പെയിൻ. അതായത് ആംഗ്രി ദേഷ്യത്തിലോ, എക്സൈറ്റഡ് വളരെ എക്സൈറ്റഡ് ആയിട്ടാണോ, അത്ഭുതപ്പെട്ടിട്ടാണോ, ഫ്രൈറ്റൻഡ് പേടിച്ചിട്ടാണോ, ഓർ ഇൻ പെയിൻ വേദനയിലോ, ഈ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് യെൽ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രേറ്റ് ആണ്. ക്രേറ്റ് എന്നാൽ എന്താണ്? എ വുഡൻ കണ്ടെയ്നർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ്. അതായത് ഒരു വുഡൻ ബോക്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വുഡൻ സാധനങ്ങളൊക്കെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അതിൽ വെച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക, കൊണ്ടുപോകുക. അതായത് കപ്പലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വുഡനിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന അതാണ് ക്രേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ. ഐ മേഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. ഞാനത് മൂന്നാമത്തെ പ്രാവശ്യം നേടിയെടുത്തു. വാട്ട് ഡിഡ് ദ നറേറ്റർ ഡു ഓൺ ദ തേർഡ് ട്രൈ? മൂന്നാമത്തെ ട്രൈയില് അദ്ദേഹം എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ദ നറേറ്റർ മെയ്ഡ് ആൻ അറ്റംപ്റ്റ്. അദ്ദേഹം ശ്രമിച്ചു. ടു ഗ്രാബ് ദ റിഗ്ഗിങ് ആൻഡ് ജംപ് അബ്രോഡ്. ഇതിൽ പിടിച്ചു കയറാൻ, എന്തില്? റാഫ്റ്റില് പിടിച്ചു കയറാന് ആൻഡ് അതിലേക്ക് ചാടി കയറാൻ, ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അടുത്ത ഗ്ലോസറിയിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള വേർഡ് റിഗ്ഗിങ് ആണ്. നമ്മൾ എടുത്ത ഭാഗത്ത് നിന്നും വന്ന വേർഡ് റിഗ്ഗിങ്. റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ദ റോപ്സ് ദാറ്റ് സപ്പോർട്ട് ദ മാറ്റ്സ് ആൻഡ് സെയിൽസ് ഓഫ് ദ ബോട്ട് ഓർ എ ഷിപ്പ്. അതായത് പണ്ട് കാലങ്ങളിലെ ഷിപ്പുകളിലൊക്കെ, ഇപ്പോഴുള്ള ഷിപ്പുകളിൽ അതുപോലെ പായ്മരങ്ങൾ ഉണ്ടാകും. അതായത് കയറ് കൊണ്ട് പിടിച്ചു കെട്ടിയ പായ്മരങ്ങൾ. വേണമെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ ഇതിൽ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ളവയാണ് പായ്മരങ്ങൾ. അപ്പൊ ഈ പായ്മരങ്ങൾ കെട്ടാൻ യൂസ് ചെയ്യുന്ന റോപ്സ്, ആ റോപ്സിൽ പിടിച്ചിട്ടാണ് അദ്ദേഹം കയറാൻ ശ്രമിക്കുന്നത്. അപ്പൊ റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായി എത്രയും പെട്ടെന്ന് വരുന്നതാണ്. ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക്